നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത്ഭുതങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്ന്. എന്നാൽ നമ്മളുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ചർച്ചയാകുകയും ചിലർക്കത് വിശ്വാസമായി തോന്നുകയും മറ്റു ചിലർക്കത് സംശയമായി തോന്നുകയും ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ പള്ളിയിൽ കണ്ടതായി പറയപ്പെടുന്ന ഈശോയുടെ ചിത്രവും അതുപോലെ ഒരു സംഭവമാണ്. ഒരു സാധാരണ ദിവസത്തിൽ പള്ളിയിലെ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന ആരാധനാ വസ്തുവിൽ ഒരു തരം രൂപം തെളിഞ്ഞു തുടങ്ങുന്നു. ആദ്യം അത് വളരെ ചെറുതായിരുന്നു. പലരും അതിനെ സാധാരണ പ്രകാശത്തിന്റെ കളിയാണെന്ന് കരുതിയേക്കാം. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ രൂപം കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. ചിലർക്കത് യേശുക്രിസ്തുവിന്റെ മുഖമായി തോന്നി. ഇത് കേട്ടവരും കണ്ടവരും തമ്മിൽ വാർത്ത പടർന്നതോടെ കൂടുതൽ ആളുകൾ അവിടെ എത്തി തുടങ്ങി. ഇതൊരു അത്ഭുതമാണോ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക പ്രതിഭാസമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിശ്വാസമുള്ളവർക്ക് ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തെളിവായി തോന്നുന്നു. അവർ പറയുന്നു ഇതൊരു സന്ദേശമാണ്, മനുഷ്യർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ചിലർ പ്രാർത്ഥനയ്ക്കായി അവിടെ എത്തുന്നു, ചിലർ കണ്ണീരോടെ മടങ്ങുന്നു. അവരുടെ ജീവിതത്തിൽ ഇത് വലിയ ആത്മീയ അനുഭവമായി മാറുന്നു. അതേസമയം മറ്റൊരു വശത്ത് ചിലർ ഇതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പ്രകാശം, ഈർപ്പം, ലോഹത്തിന്റെ ഉപരിതലം ഇവയെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമോ രൂപഭേദമോ ആയിരിക്കാം എന്നതാണ് അവരുടെ അഭിപ്രായം. പ്രത്യേകിച്ച് ആരാധനാ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങളും ഗ്ലാസും ചിലപ്പോൾ ഇത്തരം ചിത്രങ്ങൾ പോലെ തോന്നുന്ന പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൗതുകരമായത് എന്താണെന്നാൽ ആ ചിത്രം ഓരോ ആളുകൾക്കും ഓരോ പോലെ തോന്നുന്നില്ല എന്നതാണ്. ചിലർക്കത് വളരെ വ്യക്തമായി യേശുവിന്റെ മുഖം പോലെ തോന്നുമ്പോൾ മറ്റു ചിലർക്കത് സാധാരണ പാറ്റേൺ മാത്രമായിരിക്കും. മനുഷ്യന്റെ മനസ്സും വിശ്വാസവും ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നു. നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് മനസ്സ് തീരുമാനിച്ചാൽ അതനുസരിച്ച് നമ്മൾ കാണുകയും ചെയ്യും. ഈ സംഭവത്തിന് ശേഷം പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെയേറെ കൂടിയതായി പറയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത വേഗത്തിൽ പടർന്നു. പലരും വീഡിയോയും ചിത്രങ്ങളും പങ്കുവെക്കുന്നു. ചിലർ അതിനെ ദൈവത്തിന്റെ അത്ഭുതം എന്ന് വിളിക്കുന്നു. മറ്റു ചിലർ മനുഷ്യ മനസ്സിന്റെ ഭ്രമം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രധാനമായ കാര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കാം. എന്നാൽ അതിനെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാതെ ബുദ്ധിപൂർവം സമീപിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് അത് ആത്മീയ അനുഭവമായിരിക്കാം, മറ്റൊരാൾക്ക് അതൊരു പ്രകൃതിദത്ത പ്രതിഭാസമായിരിക്കാം. ഇരുവരുടെയും കാഴ്ചപ്പാടും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ പുതിയത് അല്ല. പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി ആളുകൾ പറയുന്നുണ്ട്. ചിലത് പിന്നീട് ശാസ്ത്രീയമായി വിശദീകരിച്ചിട്ടുണ്ട്, ചിലത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. വിളക്കന്നൂർ പള്ളിയിലെ ഈ സംഭവം അതുപോലെ തന്നെ വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നു. അവസാനം ഇത് വിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അത് ഒരു അത്ഭുതമാണോ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക സംഭവമോ? നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുക? അതാണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഒരു കാര്യത്തിൽ ചിന്തിപ്പിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെ? പ്രകൃതിയിലൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെയാണോ? ഒരുപക്ഷെ അതിന്റെ ഉത്തരം ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.